ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 11 വർഷമായി. കണ്ണനുമായിട്ടുള്ള കൂട്ട് തുടങ്ങിയിട്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കണ്ണൻ്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഒന്ന് പങ്കുവെക്കാനെന്ന്. കണ്ണൻ്റെ ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ നിങ്ങളടുത്ത് പങ്കുവെക്കാനെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഒരു ഫോട്ടോ സമ്മാനിച്ചതിൻ്റെ പുറകിൽ വലിയൊരു അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത്. അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ശരിയാവുന്നത് 2016 നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, ഞാൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഷകളിലും ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ആ ഫോട്ടോ എനിക്ക് സമ്മാനിക്കാൻ പറ്റാതെ പോയി. അങ്ങനെ ഇരിക്കുകയാണ്, അത് ന്യൂസ് എല്ലായിടത്തും വന്നതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. എന്നെ എല്ലാവരും കളിയാക്കൽ തുടങ്ങി. PM-നെ കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ പലരും കളിയാക്കി സംസാരിക്കൽ തുടങ്ങി. അപ്പം എനിക്ക് വാശിയായിരുന്നു, ഇത് ഞാൻ ഒരു നാൾ കൊടുക്കും. വാശിക്ക് പുറമെ വലിയൊരു ആഗ്രഹവും കൂടിയായിരുന്നു കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ് അദ്ദേഹത്തിന് ആ ഫോട്ടോ കൊടുക്കാൻ പറ്റുമെന്ന്. നമ്മുടെ കയ്യെത്തും തുമ്പത്ത് വന്നിട്ട് അത് നമുക്കത് തട്ടിമാറി പോകുമ്പം ഭയങ്കര വിഷമാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ അത് മിസ്സായിപ്പോയി, എനിക്ക് ആ ഫോട്ടോ സമ്മാനിക്കണം എന്ന് വലിയൊരാഗ്രഹമാണ്, അതൊന്ന് നിങ്ങൾ നിറവേറ്റി തരണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ, അദ്ദേഹം അത് ചെയ്തു തരാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തതാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ 1-2 പ്രാവശ്യം ഇതേപോലെ റിക്വസ്റ്റ് കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് എനിക്ക് തിരിച്ചു വരുന്ന മെസ്സേജുകൾ മുഴുവനവും അദ്ദേഹത്തിന് അങ്ങോട്ട് കൊറിയർ ചെയ്യാനാണ്, അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. കാണാനായിട്ടുള്ളൊരു അവസരം ഒന്നും കിട്ടിയില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റിൽ തൃശ്ശൂർ വരുന്നുണ്ട് എന്ന് കേട്ടപ്പം ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത സമയത്ത് അന്ന് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നു. കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്തു, പക്ഷേ അത് ക്യാൻസലായിപ്പോയത് പുലർച്ചെ 2 മണിക്കാണ്. പലരുടെയും ഒരു ചിന്താഗതി എന്താണെന്നറിയോ, PM-നെ കാണണം എന്നുള്ളത് നിസ്സാരമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് പലരും ചിന്തിച്ചത്. നമ്മൾ പോവുക, ഒരു ഫോട്ടോ കൊടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, അത് വലിയൊരു കടമ്പയാണ്. ഒരു കടമ്പയല്ല, ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് PM-നെ കാണാൻ പറ്റുക. നമ്മളെക്കുറിച്ച് A to Z SPG-ക്കാർ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ജെന്യൂനാണ് എന്ന് പൂർണ്ണ ബോധ്യം അവർക്ക് വന്നതിന് ശേഷമേ അവർ നമുക്ക് കാണാനുള്ളൊരു അവസരം തരുള്ളൂ. അങ്ങനെ ഈ തൃശ്ശൂരുള്ളതും ക്യാൻസലായി പോയ സമയത്ത്, തൃശ്ശൂരുള്ള ക്യാൻസലായിപ്പോയത് അവർ ഫസ്റ്റിലത്തെ ലിസ്റ്റ് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലിസ്റ്റ് ആയപ്പോഴേക്കാണ് എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, ഒന്ന് കൊടുത്തു നോക്കുമോ എന്ന് ചോദിച്ചത്. അതിൻ്റെ പേരിലാണ് അതും ക്യാൻസലായിപ്പോയത്. പക്ഷേ ആ ഒരു സമയത്താണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വീണ്ടും വിളിച്ചേട്ടാ ഇതും ക്യാൻസലായിപ്പോയി. അപ്പം എന്നോട് പറഞ്ഞു, ഇതൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ട്, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് കൂട്ടിക്കോ, നിനക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലവും നല്ലൊരു സാഹചര്യവും ഒത്തു വരുന്നുണ്ട്, മറ്റെവിടെയല്ല നമ്മുടെ ഗുരുവായൂർ അമ്പലനട, അവിടെ വെച്ചിട്ട് നമുക്ക് കണ്ണനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, കാരണം ഇത്രയും കാലം ഞാനത് ആഗ്രഹിച്ചിട്ടും എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം തട്ടിമാറി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് തന്നെ എന്നെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയാക്കിയ ആളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ഒരു ആഗ്രഹം സാധിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ്. ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ തൃശ്ശൂരുള്ളത് മുടങ്ങിയ സമയത്ത് ഞാൻ ഗുരുവായൂർ കൂടിയായിരുന്നു പോകുന്നത്. അങ്ങനെ ഗുരുവായൂർ നടയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ ഒരു ആൻറ്റി പരിചയപ്പെടാൻ വന്ന സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ കൊച്ചുമോളൊരിക്കൽ പ്രധാനമന്ത്രിക്ക് ഒരു കഥകളി രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാനിപ്പുറത്ത് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് പോയിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഇതോട് പറയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എന്താ പറയുക, സങ്കടമാണോ, എന്താ കരയണമെന്നോ ചിരിക്കണമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി അത് നിന്നത്. അങ്ങനെ ഇരിക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോയുടെ വെയിറ്റും നീളവും വീതിയും അങ്ങനെയുള്ള സകല ഡീറ്റെയിലും നമ്മൾ അയച്ചു കൊടുക്കണം. ഒക്കെ അയച്ചു കൊടുത്തത് കിട്ടിയാൽ നടന്നാൽ മാത്രമേ നടന്നു എന്ന് പറയുള്ളൂ എന്ന് വിശ്വസിച്ച് നിന്നതാണ് ഞാൻ.
അങ്ങനെയാണ് എല്ലാ പേപ്പറൊക്കെ കൊടുത്തു. എനിക്ക് പേപ്പർ ശരിയാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പുലർച്ചെ 3:30ക്കാണ് ഈ പേപ്പറൊക്കെ ശരിയാവുന്നത്. അതുവരെ ടെൻഷനായിരുന്നു, കാരണം എല്ലാം തൊട്ടടുത്ത് എത്തിയിട്ടാണ് ക്യാൻസലായി പോവാറ്. അപ്പം ഇത് നടക്കുകയോ ഇല്ലയോ, കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും പേപ്പർ ശരിയായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയത് 3:30ക്കാണ്. അപ്പം 3:30ക്ക് കിട്ടി, 6 മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്തും SPGക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക. ഒരാൾ പറയുന്നത് അപ്രൂവൽ ആയിക്കിന്ന്, ഒരാൾ പറയുന്നത് അപ്രൂവൽ ആയില്ല എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടി ടെൻഷൻ. ഇത് കിട്ടുമോ, കൊടുക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ പറഞ്ഞ് കാണാൻ പറ്റും, ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനും ആദ്യം വല്ലാണ്ട് അങ്ങ് ആയിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് അവിടെ നടയിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ അത്രയും കാലം കൊടുക്കാൻ ആഗ്രഹിച്ചത് അത്രയും ഇങ്ങനെ തട്ടി മാറി ഈ കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കണ്ണൻ മാക്സിമം കളിപ്പിച്ചതിന് ശേഷം എന്നാൽ എടുത്തോന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് നമുക്ക് ഇട്ട് തരും എന്ന് പറയല്. അത് സത്യമാണ്. ഒരുപാട് ടെൻഷനും ആദ്യം പിടിപ്പിച്ച് പിന്നെ കൂളായിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അംഗീകാരമാണ് ശരിക്കും എനിക്കത് കിട്ടിയത്. അതാണ് എനിക്ക് ഏറ്റവും അവസാനമായിട്ട് കണ്ണൻ്റെ ഒരു അനുഭവം എന്ന് പറയാനുള്ളത്. അപ്പം അതാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ളത്.